പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയെ കൊല്ലാൻ പോവുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഗുണ്ടകൾ ഇതേ തുടർന്ന് മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇതോടെ നിങ്ങൾ എന്നെ തൊടുകയാണ് എങ്കിൽ നിങ്ങളെ എൻ്റെ ക്രിഷ് സാർ വെറുതെ വിടുകയില്ല. ഓരോരുത്തരെയും തിരഞ്ഞു പിടിച്ച് കൊല്ലുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നതായിരിക്കും നല്ലത്. എന്ത്, നിന്റെ ക്രിഷ് സാറോ? നിന്റെ ക്രിഷ് സാർ ഒന്നും തന്നെ ഞങ്ങളെ ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്താണെന്നറിയോ? അയാൾക്ക് നീ എവിടെയാണ് എന്നുള്ള കാര്യം പോലും അറിയില്ല. അയാൾ അതൊക്കെ കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കാണും. ഓഹോ, നിങ്ങളപ്പോൾ അങ്ങനെയാണോ എൻ്റെ ക്രിഷ് സാറിനെ പറ്റി വിചാരിച്ചത്? എന്നാൽ നിങ്ങളുടെ ധാരണകളെല്ലാം തെറ്റാണ്. ഞാൻ എവിടെയുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ക്രിഷ് സാർ കൃത്യമായി കണ്ടെത്തിയിരിക്കും. അതിനുള്ള തന്ത്രമെല്ലാം ക്രിഷ് സാറിനറിയാം. ഉടൻ തന്നെ ക്രിഷ് സാർ ഇവിടേക്ക് വരും. പിന്നെ നിങ്ങളുടെ കാര്യം, ഹോ, എനിക്ക് അത് ആലോചിച്ചിട്ട് ചിരിക്കാൻ പോലും വയ്യ. എന്തായാലും നിങ്ങളിൽ ആർക്കാണ് എന്നെ തൊടാനുള്ള ധൈര്യമെന്ന് എനിക്ക് കാണുക തന്നെ വേണം. കാരണം അയാളുടെ ജീവിതം തന്നെ ക്രിഷ് സാർ ഇല്ലാതാക്കും. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എന്തായാലും ഞാനും അതൊന്ന് കാണണം എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നിങ്ങൾ ധൈര്യമുള്ളവർ മുന്നോട്ട് വാ. കൺമണിയുടെ ഈ വാക്കുകൾ കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഗുണ്ടകൾ. ഇവൾ പറഞ്ഞതിൽ ഇനി വല്ല കാര്യമുണ്ടാകുമോ? കാര്യങ്ങൾ കൃഷ് അറിഞ്ഞാൽ ഞങ്ങളെ ബാക്കി വെക്കില്ലേ എന്നീ ചോദ്യങ്ങൾ ബാക്കിയായതിനെ തുടർന്ന് അവർ തൽക്കാലത്തേക്ക് പിൻവാങ്ങുകയാണ്. ഇവളെ പിന്നീട് ശരിയാക്കാം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അതിനു മുമ്പ് ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇപ്പോൾ അവർ. എന്നാൽ ഇതേ സമയം സാഗർ കൃഷിനെ ചെന്ന് കാണുകയാണ്. കൃഷ്, എന്തായി കാര്യങ്ങൾ? കൺമണി എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ വല്ല വിവരവുമുണ്ടോ? എനിക്കാണെങ്കിൽ ആ കാര്യം ആലോചിച്ചിട്ട് ഇപ്പോൾ യാതൊരു സമാധാനവും കിട്ടുന്നില്ല എന്നതാണ് സത്യം. അച്ഛാ, ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട് അവൾ എവിടെയാണ് എന്ന് കണ്ടെത്തുന്നതിനായി. ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. നമ്മൾ അവളെ കണ്ടെത്തും. അവളെ തിരിച്ച് ഇവിടേക്ക് തന്നെ കൊണ്ടുവരും. അച്ഛാ, ധൈര്യമായിരിക്കൂ. യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. മനോജേട്ടനും മനോജേട്ടന്റെ അച്ഛനും ചേർന്നുകൊണ്ട് കാര്യങ്ങൾ ഇപ്പോൾ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞു. അവരും അവരുടെ അന്വേഷണത്തിൽ മുന്നിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഇനി വളരെ നിസ്സാരമായി പരിഹരിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ വരുമച്ചാ. കാര്യങ്ങൾ നടന്നാൽ മതിയായിരുന്നു. കാരണം ഞാനിപ്പോൾ മാനസികമായി ആകെ തകർന്നിരിക്കുകയാണ്. എൻ്റെ മനസ്സ് നിറയെ കുറ്റബോധമാണ് എന്നതാണ് സത്യം. ഞാൻ അവളുടെ കാര്യത്തിൽ ഒരുപാട് തെറ്റായ തീരുമാനങ്ങൾ എടുത്തു. അതുകൊണ്ടൊക്കെയാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഒരിക്കലും അവളെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്ത് മടയനാണ് ഞാൻ! നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇത്രയധികം നല്ല കാര്യങ്ങൾ ചെയ്ത അവളെ. അച്ഛാ, വിഷമിക്കരുത്. കാര്യങ്ങളെല്ലാം ശരിയാകും. നമ്മളെല്ലാവരും അവളെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടല്ലോ. പിന്നെന്താ, അച്ഛൻ ധൈര്യമായിരിക്കെ. ഒരു പ്രശ്നവും ഉണ്ടാകില്ല. നമുക്ക് അവളെ കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു വിധത്തിലും നമ്മൾ പരാജയപ്പെടില്ല. ഇതിനിടയിൽ കൂട്ടുകാരൻ്റെ ഫോൺ വന്നതിനെ തുടർന്ന് കൃഷ് അവിടേക്ക് പോകാൻ തീരുമാനമെടുക്കുമ്പോഴാണ് മാനസ കയറി വരുന്നത്. മാനസ ഇതേ തുടർന്ന് കൃഷിനോട്, ഞാൻ ഇപ്പോഴാണ് കൺമണിയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. അവളെ ഉടൻ തന്നെ കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവളെ ടെർമിനേറ്റ് ചെയ്തു എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ തന്നെ
ഞാൻ പകച്ചുപോയതാണ്. കൺമണി ഒരിക്കലും നമ്മളെ ചതിക്കുകയില്ല. ആ കാര്യം എനിക്ക് ഉറപ്പുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത് എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. അതിനുള്ള ഉത്തരം അവൾക്ക് തന്നെ തരാൻ സാധിക്കും. മ- കൃ- ഇതേ തുടർന്ന് കൃഷിനോട് കൃഷ്, നീ അവളെ കണ്ടെത്തി കൊണ്ടുവരണം എന്ന് മാനസ പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനിടയിൽ ബലരാമൻ സത്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ്. സുമിത്രയെ ചെന്ന് കണ്ട് സുമിത്രയോട്, അമ്മയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ക്രൂരതകൾ സ്വന്തം മക്കളോട് ചെയ്യാൻ സാധിക്കുക? ഞാൻ എൻ്റെ സഹോദരിയുടെ കിടപ്പ് കണ്ട് ആകെ തകർന്നു പോയിരിക്കുകയാണ്. അമ്മ അവളോട് ചെയ്തത് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഈ കാര്യം മറച്ചു വെക്കാൻ തയ്യാറാകുന്നില്ല. അമ്മയുടെ നിലപാടുകൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ കൺമണിയെ കണ്ടെത്തുക തന്നെ ചെയ്യും. കൺമണിയുടെ തിരോധാനത്തിന് പിന്നിലും അമ്മ തന്നെയാണ് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ നിങ്ങളുടെ കൂടെയില്ല. നിങ്ങൾക്ക് എതിരാണ് ഞാൻ. നിന്റെ ഈ നിലപാട് മാറ്റം എനിക്ക് പണ്ടേ മനസ്സിലായതാടാ. നീ എന്തായാലും സ്വന്തം ചോരയല്ലല്ലോ, നിന്റെ രക്തത്തിലുള്ള ചോരയുടെ സ്വഭാവം തന്നെയാണ് നീ കാണിക്കുക എന്ന് എനിക്ക് നന്നായി അറിയാം. ഇറങ്ങിപ്പോടാ ചതിയ എന്ന് പറഞ്ഞത് ഞെട്ടിച്ചിരിക്കുകയാണ് ബലരാമനെ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.